ഇരുട്ട് മൂടിയ സമയം. തോരാതെ പെയ്യുന്ന മഴയിൽ വിറങ്ങലിച്ച ഒരു നാട്. രാത്രിയായതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്ന നിമിഷങ്ങൾ. കനത്ത മഴയിൽ ഭയം തോന്നിയ ചിലർ അവിടം മാറി തുടങ്ങിയിരുന്നു. എന്നാൽ മറ്റു ചിലർക്ക് സാധിച്ചില്ല. നിമിഷ നേരം കൊണ്ടാണ് 2 ഗ്രാമങ്ങളെ തന്നെ ഇല്ലാതാക്കിയ, നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. രാത്രി 12:30-യോടെയാണ് മുണ്ടക്കൈ വെള്ളോലിമലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി നിമിഷ നേരം കൊണ്ട് മുണ്ടക്കൈയെയും ചൂരൽമലയെയും വിഴുങ്ങിയത്. മണ്ണിടിഞ്ഞതോടെ വലിയ പാറക്കഷ്ണങ്ങളും മരത്തടികളും ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകളിൽ മുഴുവൻ വന്നിടിക്കാൻ തുടങ്ങി. ഉരുൾപൊട്ടി ഒഴുകി വന്ന ചെളി മുഴുവൻ വീടുകളെയും പരിസരങ്ങളെയും മൂടി. പെട്ടെന്നുണ്ടായ അഗാധ ശബ്ദത്തിൽ ഉണർന്നെണീറ്റവരിൽ പലരും രക്ഷിക്കാൻ പറ്റുന്നവരെയെല്ലാം രക്ഷിച്ച് ജീവനും കൊണ്ടോടി. എന്നാൽ ഇതൊന്നും അറിയാതെ പോയ പകുതിയോളം ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. കൺമുമ്പിൽ എല്ലാം ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞൂ എന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. 2018-2019 വർഷങ്ങളിൽ നാടിനെ നടുക്കിയ കവളപ്പാറ, പുത്തുമല ദുരന്തങ്ങൾ ഇന്നും വേദനയോടെ അല്ലാതെ ഓർത്തെടുക്കാൻ കഴിയില്ല. കാണാതായവർക്കായി ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ നടത്തി ചലനമേറ്റ ശരീരങ്ങൾ കിട്ടിയെങ്കിലും ഇനിയും എത്രയോ പേർ ആ മണ്ണിനടിയിലുണ്ട്. കൺമുന്നിൽ ഉറ്റവർ കൈവിട്ടു പോയവരുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല. അതേ സ്ഥാനത്താണ് ഇന്ന് ചൂരൽമലയും മുണ്ടക്കൈയും. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം 182 പേരാണ് ഇതുവരെ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഉയരാനുള്ള സാധ്യത ഏറെയാണ്. 200ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴുകിപ്പോയി. ആ പ്രദേശത്തേക്കുള്ള പാലം തകർന്നതോടെ മുണ്ടക്കൈ ഒറ്റപ്പെട്ടു. വിദ്യാലയമടക്കം 400ഓളം വീടുകളുണ്ടായിരുന്ന ആ പ്രദേശത്ത് ഇന്ന് 10-30 വീടുകൾ മാത്രം ബാക്കി. രക്ഷാപ്രവർത്തകരെത്തി കൈനീട്ടുമ്പോൾ ഉരുൾപൊട്ടിയൊഴുകിയ ചെളിയിൽ പുതഞ്ഞ് വിറച്ചു നിൽക്കുകയായിരുന്നു ചൂരൽമലയും മുണ്ടക്കൈയും. ഉച്ചവരെല്ലാം കലിതുള്ളി വന്ന മലവെള്ള പാച്ചിലിൽ മാഞ്ഞുപോയി. ഉറക്കമുണർന്ന് എഴുന്നേറ്റപ്പോൾ ആരോരുമില്ലാതെയായി. കളിച്ചു വളർന്നിടത്ത് ഉരുളും മലവെള്ള പാച്ചിലും ചളിയും മാത്രം. കരയാൻ പോലും ആകാതെ ഭീതിയോടെ നാടൊന്നാകെ വിതുമ്പുന്ന കാഴ്ചയാണ് ഇന്ന് വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് നോക്കാനാവുന്നില്ല. ജീവനുണ്ട്, ഒന്നെത്താമോ? അപകടം നടന്ന നിമിഷ നേരം കൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളിൽ നിന്ന് നിരന്തരം അഭ്യർത്ഥനകളും എത്തി. നാട്ടുകാരും സേനാംഗങ്ങളും ഒരുമിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങി. എന്നാൽ ഉരുൾപൊട്ടൽ ചൂഴ്ന്നെടുത്ത ജീവിതങ്ങളിൽ പലതും രക്ഷാകരങ്ങളിലേക്ക് എത്തിയപ്പോൾ മൃതദേഹങ്ങൾ ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. കസേരയിൽ ഇരിക്കുന്ന തരത്തിലും മൃതദേഹങ്ങൾ കണ്ടെത്തി. ദുരന്തഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകളോളം മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തി. മലപ്പുറം, നിലമ്പൂർ, ഇരുവഴിഞ്ഞിപ്പുഴ, മാവൂർ എന്നീ ഭാഗത്തു നിന്നായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കയ്യിൽ തടഞ്ഞവരെയൊക്കെ പലയിടങ്ങളിൽ നിന്നായി നാട്ടുകാർ വാരിയെടുത്തു. വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവനും കയ്യിലെടുത്തു നിന്നവരെ ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കും മാറ്റി. ഇപ്പോഴും മണ്ണിനടിയിൽ നിന്ന് ജീവനു വേണ്ടി കൊതിക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും മരണ താണ്ഡവമാടിയിട്ടും മതിവരാത്തതുപോലെയാണ് മഴയും കുത്തിയൊഴുക്കുമായി പ്രകൃതി ഇപ്പോഴും നിസ്സഹായരായ മനുഷ്യരെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് നാട് മുഴുവൻ കൈകോർക്കുകയാണ് വയനാടിന് വേണ്ടി. സൈന്യവും മന്ത്രിമാരും ആംബുലൻസുകളും ഹെലികോപ്റ്ററുകളും ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്കായി ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിക്കാനായി കളക്ഷൻ സെന്റർ ആരംഭിച്ചു. അടിയന്തര വൈദ്യസഹായത്തിനായി മെഡിക്കൽ പോയിന്റും ആരംഭിച്ചു. നിലവിൽ ദുരിതബാധിതർക്ക് പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാമെന്ന അറിയിപ്പുമുണ്ട്. താല്പര്യമുള്ളവർക്ക് ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ വഴി അയക്കാവുന്നതുമാണ്.